ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ. അനീന എന്നൊരു കൊച്ചു പെൺകുട്ടിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അവളുടെ മാതാപിതാക്കൾ വിദേശത്താണ്. അവളുടെ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും കൂടിയാണ് താമസിക്കുന്നത്. വളരെ സന്തോഷമായി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഒരിക്കൽ അവളുടെ അപ്പച്ചനും അമ്മച്ചിയും പുറത്തോട്ട് യാത്രയൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ അവൾ ഇങ്ങനെ മൊബൈലിൽ കളിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. അപ്പച്ചനെയും അമ്മച്ചിയും കണ്ടിട്ട് ആ മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാതെ അവളിരിക്കുകയാണ്. ഉടനെ അമ്മച്ചി അടുത്ത് വന്ന് പറഞ്ഞു, മോളെ, പ്രായമായവർ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് അവരെ ഒന്ന് ബഹുമാനിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇനി മോൾ ആര് വന്നാലും നമ്മളെക്കാളും പ്രായമുള്ളവർ വന്നാൽ നമ്മൾ അവരെ എഴുന്നേറ്റ് വന്നാൽ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ശരി അമ്മച്ചി എന്നും പറഞ്ഞ് മോളകത്തേക്ക് പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ അടുത്ത് ചെന്ന് അവൾ പറഞ്ഞു, അമ്മച്ചി, അടുത്ത ആഴ്ചയിൽ എൻ്റെ ബർത്ത്ഡേ ആണ്. അന്ന് എനിക്ക് കേക്കും ചോക്ലേറ്റും എല്ലാം മേടിച്ച് തരണം. എനിക്ക് ക്ലാസ്സിൽ കൊണ്ടുപോകാനാണ്. കൂട്ടുകാർക്കെല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം, ഞാൻ എൻ്റെ കൂട്ടുകാരത്തി അനീറ്റായിക്കും കൂട്ടുകാർക്കും ഞാൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ മേടിച്ച് തരത്തില്ല. നീ എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് മേടിച്ച് തരുള്ളൂ എന്ന് പറഞ്ഞു. അവൾ മനസ്സോടെ ആ സമ്മതിച്ചത്. എന്നാൽ അടുത്ത ആഴ്ചയിൽ അവളുടെ അമ്മച്ചി ഇതെല്ലാം മേടിച്ചു കൊടുത്ത് അവളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. അവൾ ആദ്യം കൊണ്ട് കൊടുത്തത് അനീറ്റായിക്കും കൂട്ടുകാർക്കുമായിരുന്നു. അതെന്ന് വെച്ചാൽ അവൾ കൊടുക്കാതിരുന്നതിൻ്റെ കാര്യം, അനീറ്റയുടെയും കൂട്ടുകാരുടെയും ബർത്ത്ഡേ കഴിഞ്ഞ ഒരാഴ്ച മുമ്പായിരുന്നു. അന്നേരം അവൾ ഈ അനീനായിക്കും കൂട്ടുകാർക്കും മുട്ടായി കൊടുത്തിരുന്നില്ല. അതിൻ്റെ പ്രതികാരമായിട്ട് ഇവളും കൊടുക്കുകയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ആദ്യം കൊണ്ട് കൊടുത്തത് അനീറ്റായിക്കും കൂട്ടുകാർക്കുമായിരുന്നു. അത് ആദ്യം മടിയോടെ അവർ സ്വീകരിച്ചെങ്കിലും പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി വളരെ സന്തോഷത്തോടെ അനീനയെ യാത്രയാക്കി. അനീന വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചി ചോദിച്ചു, മോളെ, ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു? വളരെ സന്തോഷമായിരിക്കുന്നു അമ്മച്ചി എന്ന് പറഞ്ഞു. നേരെ അമ്മച്ചി പറഞ്ഞു, നീ ഒരു നന്മ ചെയ്തപ്പോൾ എന്തെല്ലാം ഗുണങ്ങൾ നിനക്കുണ്ടായെന്ന് നിനക്കറിയാവോ? നീ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ചു. നീ നിൻ്റെ അമ്മച്ചിയെ അനുസരിച്ചു. അനുസരണം ബലിയേക്കാൾ നല്ലതാണ്. അതുപോലെ നീ നിൻ്റെ ശത്രുവിനെ സ്നേഹിച്ചു. ശത്രുക്കളെ സ്നേഹിപ്പിക്കുന്ന ദൈവകൽപ്പനയുണ്ട്. നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നന്മയാൽ തിന്മയെ ജയിക്കണമെന്നുള്ള ഒരു കാര്യം കൂടെ നീ അവിടെ ചെയ്തു. അവരിങ്ങോട്ടാണ് തിന്മ ചെയ്തെങ്കിലും നീ അവരെ സ്നേഹിച്ചു. അവർക്കത് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ നന്മയാൽ തിന്മയെ നീ ജയിക്കുകയാണ് ചെയ്തത്. ഇതിനെല്ലാം ഉപരിയായിട്ട് നീ അവർക്ക് കൊടുത്തപ്പോൾ നിൻ്റെ ഹൃദയത്തിൽ എന്ത് സന്തോഷമുണ്ടായി. നീ സന്തോഷത്തോടെ തുള്ളിച്ചാടിയല്ലേ വന്നേ. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമെന്ന് നമ്മൾ വേദപുസ്തകത്തിൽ പഠിച്ചിട്ടില്ലേ. അവളെ വളരെ സന്തോഷമായി അമ്മച്ചിക്ക് ഉമ്മയൊക്കെ കൊടുത്ത് പുറത്തോട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ അപ്പച്ചൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അപ്പച്ച, ഇനി ഞാൻ പള്ളിയിൽ പോകത്തില്ലെന്ന് പറഞ്ഞു. നീ പള്ളിയിൽ പോകുന്നില്ലേ? അതെന്നാ കാര്യം? അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്നാ കാര്യമെന്ന് ചോദിച്ചു. ഉടനെ അവൾ പറഞ്ഞു, അവിടെ അത്ര ശരിയായ കാര്യമൊന്നും അല്ല നടക്കുന്നത്. ചിലരാണെങ്കിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ അവിടുത്തെ കുറ്റവും ഇവിടുത്തെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലർ മുമ്പിൽ എന്താ നടക്കുന്നതെന്ന് പോലും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അലക്ഷ്യമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഞാൻ പള്ളിയിൽ പോകുന്നില്ലെന്ന് പറഞ്ഞു. ഉടനെ അപ്പച്ചൻ പറഞ്ഞു, നീ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അപ്പച്ചൻ പറയുന്നൊന്ന് കേൾക്കാമെന്ന് ചോദിച്ചു. ശരി അപ്പച്ചൻ, ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പച്ചനൊരു ഗ്ലാസ് നിറച്ച് തുളുമ്പി വെള്ളം എടുത്തിട്ട് ഇവളോട് പറഞ്ഞു, നീ ഈ ഗ്ലാസ്സിലെ വെള്ളമായിട്ട് 3 പ്രാവശ്യം പള്ളിക്ക് വലം വെക്കണം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, അതിനകത്തുനിന്ന് ഒരു തുള്ളി വെള്ളം പോലും താഴെ പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. ശരി അപ്പച്ചാന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അപ്പച്ചൻ പറഞ്ഞതനുസരിച്ച് ഗ്ലാസ്സിലെ വെള്ളവുമായിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പച്ചൻ ചോദിച്ചു, ഞാൻ 3 ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാം. നീ എങ്ങനെ ഗ്ലാസ് കൊണ്ട് പോയ സമയത്ത് ആരെയും മൊബൈലിൽ കളിക്കുന്ന നീ കണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ നീ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ആരെയും ഇവിടുത്തെയും കുറ്റം പറയുന്നത് നീ കേട്ടോയെന്ന് ചോദിച്ചു. പിന്നെ ഓരോരുത്തർ അലക്ഷ്യമായിട്ടിരിക്കുന്നത് നീ കണ്ടോയെന്ന് ചോദിച്ചു. അതെന്നെ അപ്പച്ച ഇങ്ങനെ പറയുന്നത്, ഞാൻ ആ ഗ്ലാസ്സിനകത്തോട്ടും വെള്ളത്തിനകത്തോട്ടും മാത്രമാണ് നോക്കിയിരുന്നത്. അത് കാരണം എൻ്റെ ശ്രദ്ധ മുഴുവൻ അവിടേക്കായിരുന്നു. അത് കാരണം ഞാൻ അവിടെ നടന്നത് ഇവിടെ നടന്നു ഒന്നും ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞു. മോളെ, ഇതാണ് ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. നമ്മൾ ദൈവത്തെ കാണാനാണ് നമ്മൾ പള്ളിയിൽ പോകണമെങ്കിൽ നമ്മളുടെ ശ്രദ്ധ ദൈവത്തിൽ മാത്രമായിരിക്കണം. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, എന്തെടുക്കുന്നു എന്നുള്ളത് നോക്കിയാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ദൈവമായിട്ട് അടുപ്പം ഉണ്ടാകത്തില്ല. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീനെന്ന്. അതെ, നമ്മുടെ ചിന്തകൾ എപ്പോഴും സ്വർഗത്തിലെ പിതാവിൻ്റെ അടുക്കലായിരിക്കണം. പിന്നെ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അപ്പച്ച ഇനി തൊട്ട് ഞാൻ പള്ളിയിൽ പോയിക്കോളാമെന്ന്. പിന്നെ അവൾ ചോദിച്ചു, എന്തിനാ അപ്പച്ച നോമ്പെടുക്കുന്നതെന്ന് ചോദിച്ചു. നോമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവാകുന്ന ദുഷ്ടൻ്റെ നേരെ തോൽക്കാത്ത ആയുധവുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് നോമ്പെടുത്താൽ എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ
അപ്പച്ചൻ പറഞ്ഞു, നോമ്പെടുക്കുന്നത് നമ്മുടെ എല്ലാ വിധത്തിലുള്ള നന്മകൾക്കും അവരുടെ തലമുറകൾ വെടിപ്പോടെ നോമ്പെടുക്കുന്നവരുടെ തലമുറ മാലാഖമാരോടുകൂടി കലരപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെ അപ്പച്ച, ഞാനിതെല്ലാം അനുസരിച്ചോളാമെന്ന് അവൾ പറഞ്ഞു. അവൾ സന്തോഷത്തോടെ ഓടിപ്പോയി.